ആരാ പ്രയർ ചൊല്ലിക്കോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. പ്രയർ പറഞ്ഞോ കേട്ടോ. ഓക്കെ മാം. എവിടെയും ഒരുപോൽ വിളങ്ങും ഭുവനേശ ഞങ്ങൾക്ക് വഴി കാട്ടിയാലും ഒരു ജാതി ഒരു മതം ഒരു തറവാടായി പുലരുവാൻ ഞങ്ങളിൽ കനിയേണമേ നീ. ഇസ്ലാമും ഹിന്ദുവും ക്രിസ്ത്യനുമെല്ലാം ഇന്നാട്ടിലൊന്നെന്ന സത്യത്തെ കാണാൻ അല്ലാമായി ദൈവമായി വിഷം ഭരിക്കും അങ്ങിന്നു ഞങ്ങൾക്കു കാഴ്ച തന്നാലും സമുദായ കരളിലെ തുള്ളികൾ ഞങ്ങൾ സമുദായ നന്മയ്ക്കായി ജീവിക്കുവാനും ഒരു നാളും പിരിയാതെ നിന്റെ സ്മരണയിൽ കഴിയാനും വരമേകിയാലും. ഓക്കെ മാം. സൈലന്റ് തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോ കേട്ടോ. തോട്ട് ഓഫ് ദി ഡേ ഞാൻ പറയട്ടെ. Let us sacrifice yours today so that our children can have a better tomorrow. APJ Abdul Kalam. Sign parate ma'am. പറഞ്ഞോ. Today I am here to welcome Abarna ma'am into the class, and I also welcome my dear friends into the class. Thank you, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എയ്ഡ് കംപ്ലീറ്റ് ചെയ്തു ഇല്ലേ? ചൈൽഡ് വെൽഫെയർ അല്ലേ നമ്മൾ എടുത്തിരുന്ന ചാപ്റ്റർ? പേജ് നമ്പർ 31 ആണ് ചാപ്റ്റർ. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇതില് നമ്മള് ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? തന്നായിരുന്നു. ഹെൽത്തിനെ കുറിച്ച് റൈംസ് ആക്ഷൻ സോങ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് ആണ്. ഇന്ന് തന്നെയാണോ സെൻസ് ഓർഗൻസിന്റെ ചാർട്ട് ചെയ്യാൻ പറഞ്ഞത്? അത് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി. ഓക്കേടാ. അപ്പൊ ആദ്യം നമുക്ക് ആക്ഷൻ സോങ് കാണാം. എല്ലാരും പ്രിപ്പയർഡ് അല്ലേ? എല്ലാരും റെസ്പോണ്ട് ചെയ്യാത്തെ? റെഡിയാണ്. ഓക്കെ, പേര് ടെസ്റ്റ് ചെയ്തു, മെസ്സേജ് ആയിട്ട് അയച്ചു. അപ്പൊ ഞാൻ പിൻ ചെയ്യാം അവരെ ഓർഡറിൽ. എല്ലാവരും പേര് മെസ്സേജ് ആയിട്ട് അയക്കാം. അപ്പൊ ഞാൻ പിൻ ചെയ്യാം.
വിദ്യ. വിദ്യ. പ്രസന്റ് ചെയ്തോട്ടോ. പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടോ. മാം ആദ്യം സാൻഡ് പേപ്പറിന്റെ കാണിക്കണോ അല്ലെങ്കിൽ ആക്ഷൻ സോങ് ആണോ? ആക്ഷൻ സോങ് ചെയ്തോട്ടോ. ഓക്കെ. Top and bottom, in between, scrub them all together, now it's clean, clean. Thank you. മിസ്സിൽ സൗണ്ട് മ്യൂട്ടാണ്. സോറിയടാ. മിസ് റിയ. ആരാണ്? മാം വിദ്യ ഓൾറെഡി സിംഗ് ചെയ്ത സോങ്ങിലാണ് ഞാൻ ഇരിക്കുന്നത്. കുഴപ്പമില്ല. പ്രസന്റ് ചെയ്തോ. ചെയ്ത രീതിക്ക് വ്യത്യാസം ഉണ്ടാവില്ലേ? സെയിം ആണ് മാം. കുഴപ്പമില്ലടാ. വിസിബിൾ ആണോ? എന്റെ ഞാൻ ലാപ്പിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്യാമറ മൈക്ക് ബ്ലോക്ക്ഡ് എന്ന് കാണിക്കുന്നു. എങ്ങനെ? ക്യാമറ വിസിബിൾ അല്ല. വിസിബിൾ ആവുന്നില്ല. അത് സോങ് അല്ലേ മുമ്പ് പറഞ്ഞോ? എങ്ങനെ? സോങ് പറഞ്ഞോടാ. ടോപ്പ് ആൻഡ് ബോട്ടം ആ സോങ് നേരത്തെ വിദ്യ പാടിയത് തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കേടാ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആള് കാണിച്ചോ കേട്ടോ. അടുത്ത ആളെ പ്രസന്റ് ചെയ്തോ. ഓക്കെ. രമ്യ. പ്രസന്റ് ചെയ്യട്ടെ മാം. ആടാ, പ്രസന്റ് ചെയ്തോടാ. Early to bed. പറഞ്ഞോടാ. പ്രസന്റ് ചെയ്തോ. കേൾക്കുന്നുണ്ടോ? കേക്കാം. പ്രസന്റ് ചെയ്തോട്ടോ. മ്യൂട്ടാണ്. രമ്യ മ്യൂട്ടാണ്. മ്യൂട്ടാടാ. മ്യൂട്ട് ഓൺ ആക്കിയിട്ട് പറയോ? പറയട്ടെ മാം. പ്രസന്റ് ചെയ്തോ. ഇവിടെ നെറ്റ് കുറവായതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് അറിയാൻ പറ്റുന്നില്ല. ഇല്ല, പ്രസന്റ് ചെയ്തോ. ഇപ്പൊ ഓക്കെയാണ് സംസാരിക്കുന്നത്, കേൾക്കാട്ടോ. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair and cut your nails. Follow good habits, be a good child. Go wash your hands before and after meal. Go wash your hands before and after meal. Fight with germs and keep yourself clean. Follow good habits, be a good child. Follow good habits, be a good child. Thank you, ma'am. നന്നായിരുന്നു. രമ്യ. ശരി. Thank you. സരിത ആണോ? സരി.
ചെയ്യട്ടെ മാം? പ്രസന്റ് ചെയ്തോടാ. പേരെന്താണ്? സരി ഭവ്യ. സരി ഭവ്യ. സരി ഭവ്യ. സരിതാന്ന് വിളിക്കണേ? അല്ല സരിന്നാ വിളിക്കണം. സരി ഓക്കേടാ. പ്രസന്റ് ചെയ്തോടാ. Brush your teeth, brush your teeth twice a day, twice a day. This will keep the germs away, the germs away. Okay, ma'am. കുറച്ചും കൂടി പ്രതീക്ഷിച്ചു ഞങ്ങള്. ഓക്കെ, ബിസ്മി. ബിസ്മി. ഓക്കെ മാം. പ്രസന്റ് ചെയ്തോടാ. ഇപ്പൊ പറഞ്ഞ ആക്ഷൻ സോങ് തന്നെയാ മിസ്. കുഴപ്പമില്ല കേട്ടോ, പ്രസന്റ് ചെയ്തോ. Brush your teeth, twice a day, twice a day. This will keep the germs away, the germs away. Thank you, miss. Okay, Anusila. Present ചെയ്തേ മാം. Present ചെയ്തോ. Brush my teeth, comb your hair, I wash my hands and face clean, I am really clean, I am not a mess. Okay, നന്നായിട്ടോടാ. ഹസീന. Okay, Hasina. Eating apples, yes mama. Eating bananas, yes mama. Healthy food, yes mama. Strong and good, ha ha ha. Drinking water, yes mama. 8 big glasses, yes mama. Keep us fresh, yes mama. No more thirst, yes mama. Brushing teeth, yes mama. Up and down, yes mama. Shiny white, yes mama. Morning and night, ha ha ha. Okay, നന്നായിട്ടോട്ടാ. ഇനി നമുക്ക് ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും കണ്ടാലോ? പേരയച്ചോ കേട്ടാ, അതും പേരയച്ചോ. ഞാൻ പ്രസന്റ് ചെയ്തോടാ. മാം ഞാൻ എന്താ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഒരു മിനിറ്റ് മാം. മാം ഞാൻ നെക്സ്റ്റ് ക്ലാസ് കാണിക്കാം. എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂ കാരണം ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ. വിദ്യ ഓർഡർ ചെയ്തോട്ടെ. ധന്യ, ബിസ്മി ഓർഡർ ചെയ്തോ. ധന്യോ? ഞാൻ റെഡിയാണ് മാം. പ്രസന്റ് ചെയ്തോട്ടാ. കാണാടാ. ഓക്കെ കേട്ടാ. ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ അല്ലേ ചെയ്തത്? ക്യാപിറ്റൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ക്യാപിറ്റൽ മാത്രമാണോ അന്ന് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞത്?
അല്ല സ്മോൾ ലെറ്ററും പറഞ്ഞിട്ടുണ്ട്, അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഓക്കെ കുഴപ്പമില്ല കേട്ടോ. പറഞ്ഞോ രമ്യ. ഞാൻ കാണിക്കട്ടെ. പ്രസന്റ് ചെയ്തോളാം. ബ്ലറായിപ്പോയി കുറച്ച് നേരത്തേക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ. ഓക്കെ, സ്മോൾ ലെറ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാപിറ്റൽ കാണിച്ചോ? മ്യൂട്ടാടാ. നമ്പേഴ്സ് ചെയ്യാനായിട്ട് മാം പറഞ്ഞില്ലെന്നാ തോന്നുന്നു, അതുകൊണ്ട് ചെയ്തില്ല. സ്മാൾ ക്യാപ് ലെറ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു. സ്മാൾ ലെറ്റർ നമ്പേഴ്സ് ഞാൻ പറയാട്ടാ. നമ്പേഴ്സ് ഇപ്പൊ കഴിഞ്ഞിട്ട് പ്രസന്റ് ചെയ്തിട്ട് പറയാം. വിദ്യ ഒന്ന് പ്രസന്റ് ചെയ്തേ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ചെയ്തിട്ടുണ്ട്. ഓക്കെ കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ധന്യ പ്രസന്റ് ചെയ്തു. ബിസ്മി, ബിസ്മി, ഓക്കേടാ. ബിസ്മി കാണുന്ന ടൈറ്റിൽ കേട്ടോ. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കണ്ടുട്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബിസ്മി കഴിഞ്ഞിട്ട് മുബ്സിറ ആണോ? മുബ്സിറ കഴിഞ്ഞിട്ടില്ല, അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഓക്കേടാ. ഹസീനെ, ഹസീന കാണിക്ക കാണുന്നുണ്ടോന്ന് അറിയില്ല. ക്യാമറ മുന്നിലല്ലോ. എന്തോ ആയിരുന്നു. ഓക്കെ. Then ഹസീന കഴിഞ്ഞിട്ട് കീർത്തി കേട്ടോ. ഓക്കെ മാം. ഓക്കെ ഓക്കെ മാം, എന്റെ റൈംസ് ഞാന് ചെയ്യട്ടെ? എനിക്ക് നേരത്തെ ചെയ്യാൻ പറ്റും. ഹെൽത്തിന്റെ റൈംസ് ആക്ഷൻ സോങ് ഇത് കഴിഞ്ഞിട്ട് പ്രസന്റ് ചെയ്യാട്ടോ. കീർത്തി പ്രസന്റ് ചെയ്തോടെ. ക്യാമറ ഓണല്ല. ഓക്കെ മാം, ഒരു മിനിറ്റ്. ക്ലിയർ ആയിരുന്നോടാ ഹസീന? ഒരു മിനിറ്റ് ബാക്ക് ക്യാം ആവണില്ല മാം. ഇത് ബാക്ക് ക്യാം ആവുന്നില്ല. ബാക്ക് ക്യാം കിട്ടത്തില്ല. ഓക്കെ ഓക്കെ. ക്യാപ് ലെറ്റർ മിസ്. കീർത്തി. അടുത്ത അശ്മി പ്രസന്റ് ചെയ്തോട്ടോ. പക്ഷെ എന്റെ ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടോ. അശ്മി ക്യാമറ ഓൺ ചെയ്തോട്ടോ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നന്നായിട്ടുണ്ട് അശ്മി. ആദ്യ പ്രസന്റ് ചെയ്തോടാ. നെക്സ്റ്റ്. ഓക്കെ മാം. ഞാൻ ക്യാപിറ്റൽ ലെറ്റർ കാണിച്ചിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചിരുന്നു. കാണുന്നുണ്ടോ? ആക്ഷൻ സോങ് പറഞ്ഞോണ്ടോ? ഞാനാണോ മിസ്? പറഞ്ഞോട് ആക്ഷൻ സോങ്. ഞാൻ പറയാം മാം. ഞാൻ മുബഷിറ.
beans are green. കാണാൻ പറ്റുന്നുണ്ടോ? Tomato are red, beans are green, brinjal has a queen, just like a queen. Potato has a brown, onion has pink, carrot has a juice, can I drink? Vegetables make me healthy and smart. Eat some milk and rice. Thank you. മാം ഞാൻ പ്രസന്റ് ചെയ്യട്ടെ? പ്രസന്റ് ചെയ്തോട്ടാ, അറേഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലേ? ചെയ്തോട്ടാ. നന്നായിരുന്നു കേട്ടോ. വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ കൂടെ ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. ആണോ? കട്ട് ചെയ്തേ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. മിസ് എല്ലാരും ചെയ്തിട്ടുണ്ട്. സ്നേഹ പറഞ്ഞോ, കേൾക്കാൻ പറ്റുന്നുണ്ടാടോ? മെർലിനാണോ പറഞ്ഞത്? ഓ അതെ. എന്ത് ചാർട്ട് ചെയ്തിട്ടുണ്ടോ? ആൽഫബറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ടോ? ഫോൺ ചിലപ്പോ ബാക്ക് ക്യാമറ ഇപ്പൊ കിട്ടാത്തതായിരിക്കും. ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ഇങ്ങനെ. നമ്മൾ ഫോൺ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചതാ. ഇപ്പൊ കാണാടാ. നല്ല രസമുണ്ട്. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വലിയ സൈസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് സ്മോൾ ലെറ്റർ ഉണ്ടോ മാം? സ്മോൾ ലെറ്റർ സ്മോൾ ആയി പോയോ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, സ്നേഹ ഞാൻ പറയാൻ വന്നാടാ. ഇല്ലടാ, ഫോണേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അതെ, അപ്ഡേഷൻ വന്നപ്പോ ബാക്ക് ക്യാമറയുടെ ഓപ്ഷൻ മാറിക്കിടക്കാണ്. അതുകൊണ്ടാണ് കേടാ. ഇത് ഇങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കാണാൻ പറ്റും. 0 to 9 കൊണ്ട് സ്മോൾ ലെറ്റർ ആൽഫബറ്റ് അതും ചെയ്തു. ഓക്കേടാ. ഇത് സാൻഡ് പേപ്പർ തന്നെയാണോ? അതെ അതെ അതെ. രണ്ടോണ്ട് ചോദിച്ചതാടാ. ഇത് ബോർഡ് വന്നിട്ട് മറ്റേ പ്ലൈവുഡിന്റെ ചെറുതില്ലേ, അതാണ്. പ്ലൈവുഡിന്റെ വർക്കിങ്ങാനും അച്ഛൻ മരപ്പണി. അപ്പൊ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോ അതൊക്കെ പ്രിപ്പയർ ചെയ്തോട്ടാ. കുറച്ച് വരും, കുറച്ച് കഴിയുമ്പോ ഞാൻ ചെറിയ ചെറിയ മെറ്റീരിയൽസ് വരും. അപ്പൊ ഫ്രീ അവിടെ നമുക്ക് വുഡ്സിന്റെ വർക്ക് കഴിഞ്ഞിട്ട് വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാടാ. ചെയ്യാൻ പറ്റൂട്ടാ. ഞാൻ പറയുമ്പോ പറഞ്ഞാൽ മതി. അപ്പൊ അച്ഛനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ജസ്റ്റ് കുറച്ച് പീസൊക്കെ വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. അത് വാങ്ങിക്കുമ്പോ ഒരുപാട് ഇപ്പൊ ലക്ഷങ്ങൾ വരും. നമ്മുടെ മെറ്റീരിയൽസ് മോൺസോറി മെറ്റീരിയൽസിന് 3 lakh 4 lakh അപ്പൊ റേറ്റ് പറയാൻ പറ്റില്ല, അത്രയും കൂടുതൽ വരും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാടാ. ഓക്കെ, ഞാൻ പറയാട്ടോ, എന്തൊക്കെ മെറ്റീരിയൽ ചെയ്യിച്ചോളാൻ പറയാം. ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും പ്രശ്നം ചെയ്യാനുണ്ടോ? മിസ്സേ, ഞാൻ ഇപ്പം പുറത്താണ്. ഇപ്പൊ വീട്ടിലോട്ട് എത്തിയ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ കാണിക്കാം കേട്ടോ. ആണോ? ഓക്കെ. വേറെ ആരെങ്കിലും? സ്മോൾ ലെറ്റേഴ്സ് കാണിക്കാം. ഓക്കേടാ. നമ്പേഴ്സ് ചെയ്തിട്ടുണ്ടോ ജെർക്കി? ചെയ്തു. ഓക്കേടാ, പ്രസന്റ് ചെയ്തോ കേട്ടോ. കാണാമോ മിസ്? മിസ് കാണാവോ? കാണാടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. നീ നമ്പേഴ്സ് ഉണ്ട്. ഓക്കേടാ.
കാണാട് നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പില്ലേ നമ്മള് ചില കുട്ടികളെ നമ്പേഴ്സ് ചെയ്തിട്ടില്ല അല്ലേ, കുറച്ച് പേര്. അപ്പൊ ഞാൻ ചെയ്തില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ, അപ്പൊ ബാക്കി ചെയ്യാത്തവരെല്ലാവരും നമ്പേഴ്സ് നെക്സ്റ്റ് മൺഡേ ചെയ്യാൻ പറ്റുമോ? നമ്പേഴ്സ് അല്ലേ 0 to 9 വരെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മൺഡേ കേട്ടാ. നെക്സ്റ്റ് മൺഡേ ക്ലാസ് ഉണ്ട്, അന്ന് അത് പ്രസന്റ് ചെയ്യണം കേട്ടാ. എന്റെ ക്ലാസ് തന്നെയായിരിക്കും. അപ്പൊ അന്ന് പ്രസന്റ് ചെയ്യുമല്ലോ. ഓക്കെ, നീനു വന്ന അറേഞ്ച് ചെയ്താടാ. ഒരു മിനിറ്റ് മിസ്സേ, ഇപ്പൊ ചെയ്യാം. ഓക്കെ എടാ, ഒരു നെക്സ്റ്റ് മൺഡേക്ക് നമ്പേഴ്സ് ചെയ്യണം. ഈ ഒരു ആക്ടിവിറ്റിയും കൂടി ഞാൻ തരാം കേട്ടോ, അത് തന്നെ തരാം. എങ്ങനെയുണ്ടായിരുന്നു സാൻഡ് പേപ്പർ കട്ട് ചെയ്തെടുക്കാനൊക്കെ? ടഫായിരുന്നോ? നല്ല പണിയായിരുന്നു. സാൻഡ് പേപ്പർ 2 മോഡലിലുണ്ട്. നല്ല കട്ടിയുള്ളതുണ്ട്, ലൈറ്റ് ആയിട്ടുള്ളത്. ലൈറ്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കട്ടിയുള്ളതായിരുന്നു ആദ്യം മേടിച്ചത്, അന്നേരം നല്ല പ്രയാസമായിരുന്നു. പിന്നെ കട്ടി കുറഞ്ഞത് മേടിച്ചപ്പം കുറച്ചുകൂടെ എളുപ്പമായി. ഓക്കെ, ഞാൻ കാര്യം പറയാം. നമ്മള് മിസ് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്നു. ഡോക്ടർ ആയിരുന്നു. അദ്ദേഹം എന്താണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഫെഡറൽ മൈഗ്രേറ്റ് സൊല്യൂഷൻസ് എന്ന് വെച്ചാൽ ചിലർക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ. അപ്പൊ ആ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ കുട്ടികളിൽ എന്താണ് സെൻസ് പൂറാണ്, സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഒട്ടും സെൻസ് ഇല്ല, സെൻസിന്റെ അഭാവമാണ് എന്ന് മനസ്സിലാക്കി സെൻസോറിയൽ മെറ്റീരിയൽസ് ആണ് ആദ്യം മോണ്ടിസോറി പ്രിപ്പയർ ചെയ്യുന്നത്. സെൻസോറിയൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്ത് നോക്കാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾ തന്നെ ലാംഗ്വേജ് ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏത്, നമ്മുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. പക്ഷെ അത് ട്രേസ് ചെയ്യാണ്, ടച്ച് ചെയ്യല്ലേ. ടച്ച് എന്ന് പറയുന്ന സെൻസ് അവിടെ വർക്ക് ചെയ്യുന്നില്ലേ. അപ്പൊ കുട്ടികൾക്ക് ഹാർഡ് സ്മൂത്ത് തമ്മിലുള്ള ആ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പിന്നീട് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ആദ്യം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നീട് എന്താണ് നോർമൽ കുട്ടികളിലും ഈ സെൻസറി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പതിയെ അവരുടെ പാരന്റ്സും കുട്ടികളും റിക്വസ്റ്റ് ചെയ്ത് മോണ്ടിസോറിന്റെ അടുത്ത് ലാംഗ്വേജ് ഏരിയ അല്ലെങ്കിൽ എഴുതാനും കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. 3 വയസ്സുള്ള ഒരു കുട്ടീനെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ മോണ്ടിസോറിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും പാരന്റ്സിന്റെയും കുട്ടികളുടെയും നിർബന്ധ പ്രകാരം മോണ്ടിസോറി ആദ്യമായിട്ട് ലാംഗ്വേജ് ഏരിയയിൽ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ആണ് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പേപ്പർ ലെറ്റേഴ്സ്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. ലാംഗ്വേജ് ഏരിയയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്ത മെറ്റീരിയലും ഇതല്ലേ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അല്ലേ? ഓക്കെ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബാക്കി കംപ്ലീറ്റ് ആക്കാത്തവരും റെക്കോർഡ് ക്ലാസ് കാണുന്നവരും പതിയെ മെറ്റീരിയൽസ് ചെയ്തു തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഡിങ് ആവും. വൈവയുടെ ഒക്കെ സമയം ആകുമ്പോഴേക്കും ഒത്തിരി മെറ്റീരിയൽസ് പെൻഡിങ് ആവും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പതിയെ ചെയ്താൽ മതി. ഈ സബ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു ഓർഡർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മെറ്റീരിയൽസ് ഇത്രയും ക്ലാസ് കൊണ്ട് തീർക്കണം എന്നുള്ള എന്റെ ഒരു ഓർഡറിന് വേണ്ടിയിട്ടാണ് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, കാണിക്കട്ടെ, പ്രസന്റ് ചെയ്തോടാം. ഓക്കെ, എടാ കാണാട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ കേട്ടോ. സ്മോൾ ലെറ്റർ കണ്ടോ മിസ്? കാണാണ്ട് രണ്ടും കണ്ടു. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു.
അപ്പൊ ആദ്യമായിട്ട് ആക്ഷൻ സോങ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ മടിയും ഫിയർ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ മടിയൊക്കെ മാറ്റി വെക്കണം. നല്ല മിടുക്കന്മാരായിട്ട് മിടുക്കികളായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവരൊരു ക്ലാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയും കുട്ടികളോട്. പിന്നെ കാര്യം ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ ആക്ച്വൽ സോങ് പ്രസന്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അത് ചെയ്ത് പെർഫെക്റ്റ് ആക്കണം. ഇപ്പൊ എന്ന് പറയുമ്പോ ഞാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ ഇവിടെ. എക്സാമ്പിൾ അല്ല, നമ്മള് ഇന്റർവ്യൂവിനൊക്കെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല പേടിയായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് ആ പേടിയും ഭയവും ഫിയറും സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റിയിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. ഞാൻ ഇവിടെ വരെ പറഞ്ഞു നിർത്തി, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വരെ പറഞ്ഞു നിർത്തി തോന്നുന്നു. ആണോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. കുട്ടികള് ഫിസിക്കലി, സോഷ്യലി, കൾച്ചറലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനെയാണ്, അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റിനെയാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. സപ്പോസ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് എന്ന് വെച്ചാൽ ഈ കാഴ്ച പരിമിതിയുള്ള കുട്ടികള് അല്ലെങ്കിൽ കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ ഓക്കെയാണോ? ഇപ്പൊ കേൾക്കാം. അപ്പോ കാഴ്ച പരിമിതിയുള്ള കുട്ടികള്, കേൾവി പരിമിതിയുള്ള കുട്ടികള്, പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി, ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, പിന്നെ മെന്റലി റിട്ടൈൽഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ്, ഇവർക്കെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു, പിന്നെ പഠന വൈകല്യങ്ങളുള്ള കുട്ടികള്, അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷനെയാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ, നമുക്ക് എല്ലാവർക്കും സെയിം ടൈപ്പ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെ? അപ്പോ കാഴ്ചക്ക് കുറച്ച് പ്രശ്നമുള്ള കുട്ടികൾ അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ അവർക്ക് ചിലപ്പോൾ സ്പെക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയും കാഴ്ച റീഗെയിൻ ചെയ്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് കുട്ടികൾക്ക് കാഴ്ചക്ക് കുറച്ച് പരിമിതി ഉണ്ടെങ്കിൽ നമ്മള് ബുക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ സൈസിൽ, കുറച്ച് ലാർജ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താണ്, സീറ്റ് അറേഞ്ച്മെന്റ്. ഫ്രണ്ട് സീറ്റിലേക്ക് കുട്ടികളെ ഇരുത്തണം. കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണ്, സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് ഫ്രണ്ട് സീറ്റിലേക്ക് കൊണ്ടുവന്ന് ഇരുത്താനുള്ളത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ലെ, 3 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെയാണ് കാഴ്ച പരിമിതികൾ വരുന്നത്? കാഴ്ചക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലേ നിങ്ങൾ വിചാരിക്കാം. പക്ഷെ അല്ല കേട്ടോ, 3 വയസ്സ് മുതലുള്ള കുട്ടികളിൽ എന്തായാലും, കാരണം ഇപ്പൊ പാരന്റ്സ് ഒക്കെ വർക്കിംഗ് ആണ്, കുട്ടികൾ കൂടുതൽ ടൈമും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ ഒപ്പമാണ്, അവരുടെ കയ്യിൽ ഈ സാധനമുണ്ട്, അതായത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ TV. ഇത് രണ്ടും ഈ കുട്ടികളിൽ ഈ കാഴ്ച പരിമിതി വരുത്താനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികളിൽ കാഴ്ച പരിമിതി വരുത്താനായിട്ട് മെയിൻ കാരണങ്ങൾ ഏതാണ്? ഈ TV, മൊബൈൽ ഫോൺ ഒക്കെ തന്നെയാണ്. അപ്പോ ഈ കുട്ടികളിൽ ഈ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം ഈ ഒരു വെക്കേഷൻ ടൈമാണ് നിങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഈ ഒരു 2 മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, മൊബൈൽ ഫോൺ കൊടുക്കില്ല എന്നുള്ളത് നോക്കട്ടെ. കാരണം നമ്മളിപ്പോ മൊബൈൽ ഫോൺ കൊടുക്കും, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പതിയെ പതിയെ അവർക്ക് ഈ കാഴ്ച പരിമിതികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ സീറ്റ് അറേഞ്ച്മെന്റ് ഫ്രണ്ട് സീറ്റിലേക്ക് എത്താനായിട്ട് ശ്രമിക്കാം. മോർ മേക്ക് ഷുവർ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് പ്രോപ്പർ ആവാൻ ശ്രമിക്കുക. എപ്പോഴും ലൈറ്റ് എവിടെ നിന്നായിരിക്കും കുട്ടികളെ സംബന്ധിച്ച് വരുന്നത്? അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ലൈറ്റ് വരാണെങ്കിൽ കുട്ടിക്ക് കാഴ്ച ബ്ലർ ആവില്ല, ബാക്കിൽ നിന്ന് ലൈറ്റ് വരാണെങ്കിൽ കാഴ്ച ബ്ലർ ആവില്ല. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ബ്ലാക്ക് ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് നല്ലൊരു ലൈറ്റ് വരാണെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയത് നോർമലി കാഴ്ചക്ക് ഒരു പ്രശ്നമില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റാറില്ല. ആ ബ്ലാക്ക് ബോർഡിൽ നിന്നാണ് ആ സൈഡിൽ നിന്നാണ് ലൈറ്റ് വരണമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലേ, നമുക്ക് കാണാൻ പറ്റില്ല.
അപ്പൊ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണോ എന്ന് നോക്കണം. ഇൻക്രീസ് ഓറൽ ആക്ടിവിറ്റി, വാമൊഴിയാൽ പറയുന്ന ആക്ടിവിറ്റീസുകൾ കൂട്ടാൻ ശ്രമിക്കാം. എന്നുവെച്ചാല് എഴുത്ത് കുറച്ചിട്ട് വാമൊഴിയാൽ പറയുന്നത്, സംസാരിക്കാം, അങ്ങനെ. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് നോട്ട്സ് എഴുതാനായാലും എക്സാമിനായാലും എക്സ്ട്രാ ടൈം അലൗ ചെയ്യാം. ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായാലും എക്സ്ട്രാ ടൈം എന്ത് ചെയ്യാം, അലൗ ചെയ്യാൻ ശ്രമിക്കാം. ലെസ് കോപ്പിംഗ് ഫ്രം ബ്ലാക്ക് ബോർഡ്. ഇന്ന് ബ്ലാക്ക് ബോർഡും PPT, പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ആണല്ലോ, പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ട്. കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ അങ്ങനെയാണ്, ശരിയാണ്. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെ നല്ലതാണ്. എന്നാൽ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? വീട്ടില് ഫുൾ ടൈം ഫോൺ നോക്കുന്നു, ക്ലാസ്സിൽ ചെല്ലുമ്പോ ഈ പ്രൊജക്ടർ നോക്കിയിരിക്കുന്നു. കുട്ടികളുടെ കണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മള്. അവർക്കത് നല്ലതല്ല ചെറിയ കുട്ടികളെ സംബന്ധിച്ച്. സോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരു പരിധിവരെ കുറയ്ക്കുന്നത് നല്ലതാണ്. ലെസ് കോപ്പിംഗ് ഫ്രം PPT ഓർ ബ്ലാക്ക് ബോർഡ്. അഡ്രസ്സിങ് ഓൾ സ്റ്റുഡൻസ്, നമ്മള് കുട്ടികളെ വിളിക്കുമ്പോൾ അവരുടെ പേര് വിളിക്കാൻ ശ്രമിക്കാം. എന്ന് വെച്ചാല് ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഒരു കുട്ടിക്ക് ഞാൻ വിളിച്ചപ്പോ പേര് വിളിച്ചില്ല, എടാ എഴുന്നേക്കാൻ പറഞ്ഞു. അതിലൊരു കുട്ടിക്ക് കണ്ണിനൊരു പ്രശ്നമുണ്ട്. അപ്പൊ കൂട്ടുകാര് പറഞ്ഞു, എടാ നിന്നെയാണ് വിളിച്ചത്, നീ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ബാക്കി അവൻ മാത്രം എഴുന്നേറ്റ് നിന്നു. അപ്പൊ എഴുന്നേറ്റ് നിന്നപ്പോ ഞാൻ വിളിച്ച ആളെന്ത് ചെയ്തോ, ഒന്നും വേണ്ടിയില്ല, അവനും എഴുന്നേറ്റ്. അപ്പൊ ടീച്ചർ എനിക്ക് അവന് തന്നെ ഡൗട്ടായി, എന്നല്ലേ വിളിച്ചെന്ന് ചോദിച്ചു. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, അവനെ വിളിച്ചത് മോനെ എന്തോ ചോദിച്ചപ്പോ അവനെ നമ്മള് കാണുന്നില്ല, നമ്മൾ നോക്കുന്ന കണ്ണിന് കോമ്പുന്ന അങ്ങനെ ഒരു പ്രശ്നമാണ് ഉള്ളത്. അപ്പൊ ചില കുട്ടികൾക്ക് ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. കണ്ണിന് നമ്മൾ നോക്കുന്ന സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഇന്ന് കുട്ടികളിലുണ്ട്. കോമൺലി അതിനൊരു കാരണം ഇപ്പൊ മൊബൈൽ ഫോണുകളാണ്. സോ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് എന്തായാലും മൊബൈൽ ഫോണുകൾ മാറ്റി വെക്കാം. ഇനി 3 വയസ്സൊക്കെ ഉള്ള കുട്ടി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് കൊടുത്തു നോക്കി, സാൻഡ് പേപ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ പറയാം. ഓക്കെ, അവരെ കൊണ്ടൊന്ന് ട്രേസ് ഒക്കെ ചെയ്യിപ്പിച്ച് നോക്കുക. അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ലേൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സാൻഡ് പേപ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മള് A എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്, ഇത് A എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. അതിന്റെ സൗണ്ട് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഫോണിക് സൗണ്ട്സ് അറിയാലോ, കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ആൽഫബറ്റ്സിന്റെ സൗണ്ട്സുകൾ, ആ ഫോണിക് സൗണ്ട്സുകൾ നമ്മള് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതൊരു ചെറിയ ഏജ് മുതലേ നമ്മൾ ഫോണിക് സൗണ്ട്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് റീഡിങ് വളരെ എളുപ്പമായിട്ട് പറ്റും, എഴുതാനായിട്ട് പറ്റും. റൈറ്റിംഗ് പോസിബിൾ ആണ്, റീഡിങ് ഈസി ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലെ ഫോണിക് സൗണ്ട്സ് നമ്മൾ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ആൽഫബറ്റ് പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോണിക് സൗണ്ട്സ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ വീട്ടില് അവർക്ക് ഫോണിക് സൗണ്ട്സ് നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പറഞ്ഞു പഠിക്കണം. കാരണം എല്ലാത്തിന്റെയും സൗണ്ട്സ് എന്താണ് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന സൗണ്ട്സിന് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അതൊന്ന് പഠിക്കണം, എന്നിട്ട് വേണം കുട്ടികളത് പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, വീണ്ടും പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനും പഠിച്ചിട്ടുണ്ട് ഡിഗ്രിക്കൊക്കെ, പക്ഷെ ഞാനും മറന്നു പോകുന്നത്. ടൈം കഴിയുമ്പോൾ നമ്മളത് വിട്ടുപോകും. നമ്മൾ വീണ്ടും അതൊന്നും കൂടി റെഫർ ചെയ്യണം. അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ സ്വാഭാവികമായിട്ട് മറന്നു പോകുന്നു ചില ആൽഫബറ്റ്സിന്റെ സൗണ്ട്സ് നമ്മൾ മറന്നു പോകുന്നത്. സോ അപ്പൊ ആ സമയത്ത് അതും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അവർക്ക് വേണ്ട ഗ്ലാസ്, സ്പെക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് അലൗ ചെയ്യുക. അലൗ റെസ്റ്റ് ടൈംസ്, കുട്ടികൾക്ക് ഈ കണ്ണിന് പ്രശ്നമുള്ള കുട്ടികൾക്ക് കുറച്ച് റെസ്റ്റ് ടൈം അലൗ ചെയ്യുന്നത് നല്ലതാണ്. എൻഷുർ സൂട്ടബിൾ പ്രിന്റ് സൈസ്, അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയാലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ച് ബിഗ് സൈസിൽ പ്രിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എക്സ്പ്ലെയിൻ എനി വിഷ്വൽസ്, നമ്മൾ ഇമേജസ് കാണിച്ചു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. എല്ലാ കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിനോടാണ്. ഒരു കമ്പാരിസണും പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. നോൺ സിമ്പതി ഗിവൺ, നമ്മൾ സിമ്പതി അല്ല കൊടുക്കേണ്ടത്. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് സിമ്പതി അല്ല. എന്നെ സംബന്ധിച്ച് ഒരു സപ്പോർട്ടിംഗ് കെയർ ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അവരൊപ്പം ഞങ്ങളുണ്ട്, ഈ ഒരു വിഷമഘട്ടം അവർക്ക് ചെയ്യാനായിട്ട് ഓവർകം ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടി ഉണ്ടെന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒരു എന്താ പറയാ ഇൻസിഡന്റ് എന്റെ ഫ്രണ്ടിന്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. അവള് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്.
ആദ്യം ഞങ്ങൾക്ക് ഒരുമിച്ചാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പൊ അവള് പറയും ഇടയ്ക്ക് എനിക്ക് കാണുന്നില്ല, കാഴ്ച ബ്ലർ ആവുന്നു എന്നൊക്കെ പറയും. സാധാരണ അവള് പറയുന്നത് അത് സമയത്തൊക്കെയാണ്. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്റെ കണ്ണ് ബ്ലർ ആവാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നാറില്ലേ? സൺലൈറ്റ് സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ബ്ലറായിട്ട് പോണ പോലെ, ഇരുട്ട് കയറുന്ന പോലെ തോന്നാറില്ലേ? ഇത് ഇവിടെ എപ്പോഴും പറയുമായിരുന്നു, എല്ലാ വീട്ടിലും പറയും, ഇപ്പൊ എന്നോടും പറയാറൊക്കെ. അപ്പോ ആദ്യം അവൾ പറഞ്ഞത് അവർക്ക് ഈ കണ്ണ് കാണും, ഈ ഒരു സൈഡിൽ എന്തോ ഇരുട്ട് പോലെ മൂടല് പോലെ എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പതിയെ അവള് പറയാൻ തുടങ്ങി ഈ സൈഡിൽ കാഴ്ച ബ്ലർ ആവുന്നുണ്ട്. അപ്പൊ അവളുടെ വീട്ടില് ചേച്ചി, ഒരു അനിയനാണ് ഉള്ളത്. അനിയന് ചെറിയ ഹാർട്ടിന് അസുഖം ഉള്ളതുകൊണ്ട് വീട്ടിലെല്ലാവരും കൂടുതൽ കെയർ ചെയ്യുന്നത് അനിയനെയാണ്. ഒരു ദിവസം ഇതേപോലെ അവള് വീട്ടില് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവള് കാണുന്നില്ല, അവള് ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു. ഈ മണ്ണവിളക്ക് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് മറിഞ്ഞ് വീണ് അവളൊന്ന് പൊള്ളി. അപ്പോഴേക്കും അവളുടെ അമ്മാമ്മ കണ്ടു, അത് അണച്ചു. പക്ഷെ അവള് പറഞ്ഞ കാര്യം അവൾക്ക് കാണാൻ പറ്റുന്നില്ല, ഫുൾ ഇരുട്ടാണ്, അവിടെ വിളക്കുണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവളങ്ങനെ പറഞ്ഞപ്പോ അവൾക്ക് സംശയമായി. കുട്ടി കള്ളം പറയുന്നില്ല, കാരണം പൊള്ളലേക്കുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് എന്ത് ചെയ്തു, കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഒരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോ പറഞ്ഞത് അവൾക്ക് ഈ കണ്ണിന്റെ ഇവിടേക്ക് വരുന്ന ഈ ഞരമ്പുകൾ ഉണ്ടല്ലോ, ആദ്യം ഈ ഒരു വലത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിൽ പിന്നീട് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആദ്യത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് തന്നെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടുകാർക്കും അറിയാൻ പറ്റിയില്ല, അവർക്കും അറിയാൻ പറ്റില്ല. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അവർക്കും അത് മനസ്സിലാക്കേണ്ട പ്രായം അവർക്ക് അറിയില്ല. ഒരു കണ്ണുകൊണ്ട് കാണുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു. ആ ഒരു സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യം ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോ എന്താ പറയാ, ഒത്തിരി ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോയി അവള്. പിന്നെ പഠിക്കാനൊന്നും വന്നില്ല, കാരണം നമ്മള് എന്താ പറയാ, നമ്മളുടെ പഠിക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. അവർക്ക് അക്ഷരങ്ങളൊക്കെ അറിയാം കേട്ടോ, നല്ല മിടുക്കി കുട്ടികൾ, നന്നായിട്ട് പാട്ടൊക്കെ പാടും, നല്ല ഭംഗിയെ കാണാനായിട്ട്, നമ്മളെ പോലെ തന്നെ കണ്ടവള്. കാരണം അവൾക്ക് കാഴ്ച പിന്നീടാണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഒരാള് ആദ്യമായിട്ട് കാണാണ് അവളെങ്കിൽ ഒരിക്കലും പറയില്ല കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. ഇത്രയും നല്ല സുന്ദരി കുട്ടിയാണ്. പക്ഷേ രണ്ടാം ക്ലാസ്സിൽ വെച്ചാണ് അവള് പഠിത്തം നടത്തുന്നത്. അത് ഞാൻ 4ാം ക്ലാസ്സിലായി. 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4ലേക്ക് ഞാൻ ആയപ്പോഴാണ് പിന്നെ അവള് പഠിക്കാനായിട്ട് പോകുന്നത്. 2ാം ക്ലാസ്സില് അവളെ പഠിപ്പിച്ചത് അവരുടെ സ്കൂള് കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ, ഇതേപോലെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് പഠിപ്പിച്ചത്. അതും അവരുടെ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ഗ്രാമമാണ്, പാലി എന്നൊക്കെ പറയും. അവിടെ കുറച്ച് എന്താ പറയാ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുറച്ച് എന്താ പറയാ പാർട്ടിക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരാണ് ഇവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഇവിടെ പഠിക്കാനായിട്ട് ആദ്യം വിടുന്നത്. അപ്പൊ അവരുടെ സപ്പോർട്ട് കൊണ്ട് അവള് ഈ ഒരു സ്കൂളിൽ പോയി. അവള് ബുക്ക് കൊണ്ടുവരും. അവർക്ക് വെക്കേഷൻ ആകുമ്പോൾ അവള് ഇവിടെ വരും, നമ്മള് വീട്ടിലേക്ക് വരും. എന്റെ അടുത്ത് തന്നെയായിരുന്നു, വീടിന്റെ അടുത്ത് തന്നെയുള്ള വീട്. അപ്പൊ ഞാൻ ചെന്ന് നോക്കും. അപ്പൊ ഇങ്ങനെ കുത്തില്ലേ, ബ്രെയിൻ ലിപി അവര് പഠിക്കുന്നത്. അവളുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇതേ ഡിഫറെന്റ് ആണ്. അവളുടെ അക്ഷരങ്ങളൊക്കെ കാണിച്ച് ഞാൻ ടച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ബ്രെയിൻ ലിപിയാണ് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്താണ് ബ്രെയിൻ ലിപി? സോ അത്യാവശ്യം നല്ല രീതിയിൽ അവൾ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത്. അവൾ ലേൺ ചെയ്തു. 10th അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അവള് 10th പഠിക്കുമ്പോൾ ഞാൻ +2 പാസ്സാണ്. അങ്ങനെ 2 വർഷത്തെ ഗ്യാപ്പ് ഞങ്ങൾക്ക് തമ്മിലുണ്ട്. പിന്നെ അവള് +2 നന്നായിട്ട് പാസ്സായി. അതും അവിടെ തന്നെ പഠിച്ചത്. ഡിഗ്രിക്ക് അവള് പഠിച്ചത് സെന്റ് സേവിയേഴ്സ് ആലുവയിലെ വുമൻസ് കോളേജിലാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. മലയാളം മലയാളമാണ് പഠിച്ചത്. അതിനുശേഷം B.Ed എടുത്തു, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അതിനുശേഷം ഇപ്പൊ അവള് വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ട് തന്നെയാണ്. ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാം, അവൾ പഠിപ്പിച്ച അതേ സ്കൂളിൽ ടീച്ചറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അവിടെ. അവൾ പഠിപ്പിക്കുന്നത് എന്താ പറയാ, നമ്മള് ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് വിചാരിക്കുമ്പോൾ ഫിനാൻഷ്യൽ ടൈം ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ടീച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു ഭാഗം. പക്ഷെ അവൾ അങ്ങനെയല്ല. അവളെ പോലെ ഇങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം. മാരേജ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, പെൺകുട്ടിയാണ്, നീന എന്ന പേര്. മാരേജ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്താ പറയാ, ഇടയ്ക്ക് വരും, വെക്കേഷനൊക്കെ ആവുമ്പോ വരും.
പക്ഷെ നല്ലൊരു പെരുമാറ്റവും ആളുടെ. പക്ഷെ എന്താ പറയാ, ആ ഒരു കറക്റ്റ് ടൈമില് ഒരു പ്രശ്നം അത് വീട്ടില് ഫാമിലിയിൽ ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് കാഴ്ച നഷ്ടപ്പെടില്ലായിരുന്നു. അതിപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്കെങ്കിലും അന്ന് പറയായിരുന്നില്ല, ഞാനും പക്ഷെ കുട്ടിയായിരുന്നു ഇവിടെ. എന്നുവെച്ചാല് എനിക്കും അറിയില്ല, അവിടെ പറയുന്നത് ഇരുട്ട് തോന്നുന്നു, കണ്ണിങ്ങനെ ബ്ലർ ആവുന്നു. അപ്പൊ നോക്കുമ്പോ എന്താണ്, എനിക്കുണ്ട്, ഞാനും പറയുമായിരുന്നു എനിക്കുണ്ട് പ്രശ്നം, അപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് ഓർക്കുക സാധാരണ എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടും അവിടെ കാഴ്ച നഷ്ടപ്പെട്ടു. അത് ഫാമിലിയില് ഇപ്പോ അതിനുശേഷവും പഠിപ്പിക്കാനൊക്കെ വിടാൻ ഒട്ടും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ അവളൊരു ബാധ്യതയായി മാറുമെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അവർക്കൊക്കെ അത് തെറ്റി. കാരണം അവളാണ് ഇപ്പൊ അവിടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരാള് അങ്ങനെ മാറ്റി നിർത്തല്ല വേണ്ടത്, സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുത്തൊന്നല്ല വേണ്ടത്. അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മുന്നോട്ട് കൈപിടിച്ച് ഉയർത്തിയാണ് വേണ്ടത്. അന്ന് ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള സഖാക്കന്മാരാണ് അങ്ങനെ ചെയ്തത്. ആ പാർട്ടിക്കാരില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താലേ ഞാൻ ആലോചിച്ചു. അപ്പൊ അത് അവരുടെ ലൈഫിൽ വന്നൊരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്നുള്ളത്. ചിൽഡ്രൻസ് ആർ ഐദർ അൺസൈറ്റഡ് ബൈ ബർത്ത്. കുട്ടികള് മേ ബി ജന്മനാൽ കാഴ്ചയില്ലാത്തവരായിരിക്കാം. ഓർ ബിക്കം ബ്ലൈൻഡ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ. പല കാരണങ്ങളാൽ ബ്ലൈൻഡ് ആകുന്ന കുട്ടികൾ ഉണ്ടാവും. The occurred causes of visual deficiency are disease like smallpox, meningitis, trachoma, scalp fever, burns, or contact with dangerous or poisonous chemical. അപ്പൊ കുട്ടികളിൽ വിഷ്വൽ ഡെഫിഷ്യൻസി വരാനുള്ള കാരണങ്ങളായ അസുഖങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, സ്കാൾപ്പ് ഫീവർ, പിന്നെ ബേൺസ്. നമ്മൾ കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പോയിസണസ് സബ്സ്റ്റൻസ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോഴും കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. The compensatory or special education is required according to the hardness of visual impairment. ഓരോ കുട്ടിയുടെയും വിഷ്വൽ ഇമ്പയർമെന്റിന്റെ ഹാർഡ്നെസ് നോക്കിയിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും നിങ്ങളും അതേ മോണ്ടിസോറി ഫെസിലിറ്റേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ട കുട്ടികളാണ്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അവരോട് പറയുക എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഐ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഐയുടെ സേഫ്റ്റി എങ്ങനെ എൻഷുർ ചെയ്യണം, ഐ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതേപോലെ ഐ ഇങ്ങനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ പീരിയോഡിക് ആൻഡ് ഓഫ്തൽമാറ്റിക് എക്സാമിനേഷൻസുകൾ അറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. The parents of these children should be give proper guidance about how to keep their eyes healthy. പാരന്റ്സ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് കണ്ണ് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കേണ്ടത്. Children should be trained to keep themselves away from situation bad to eye. നമ്മുടെ കണ്ണിന് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെ നമ്മളെ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത്. പീരിയോഡിക് ചെക്കപ്പ് ഓർ സ്പെഷ്യൽ ഓഫ്തൽമാറ്റിക് എക്സാമിനേഷൻ ഷുഡ് ബി അറേഞ്ച്ഡ്. പീരിയോഡിക് ചെക്കപ്പും പിന്നെ സ്പെഷ്യൽ ഓഫ്തൽമാറ്റിക് എക്സാമിനേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിലൂടെ നേരത്തെ ഈ കാഴ്ച പരിമിതികൾ, കാഴ്ചയായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനും അത് നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, നേരത്തെ അറിയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിക്ക് ഇതേപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കാഴ്ച പരിമിതി ഉണ്ടായിരുന്നു. അവന് ഹാൻഡ് റൈറ്റിംഗ്, അവൻ നോട്ടിൽ എഴുതിക്കൊണ്ട് വരുന്നതൊന്നും, അവന് നോട്ടിൽ എഴുതിയെടുക്കുന്നതൊന്നും അവന് വായിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ അവന്റെ ബുക്കിൽ എഴുതി കൊടുക്കും. എന്റെ അക്ഷരം ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് വലുതാണ്. സോ ഉരുട്ടി എഴുതി കൊടുക്കുമ്പോൾ അത് അവന് വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ടെസ്റ്റ് വായിക്കാൻ പറയുമ്പോഴും അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റാണെന്ന് വിചാരിക്കുക, ടെസ്റ്റ് ആണെങ്കിൽ ഞാൻ അടുത്ത് പിടിച്ച് വായിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി, അവൻ എന്തോ കാഴ്ചക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പാരന്റ്സിനോട് ചോദിച്ചു, അപ്പൊ ഇങ്ങനെ കാഴ്ചക്ക് വായിക്കുമ്പോഴൊക്കെ ബുക്കിൽ അടുത്ത് പിടിച്ച വായിക്കുമ്പോ പിന്നെ എഴുതി എടുക്കുന്നത് തെറ്റാണ്, ബോർഡിൽ എഴുതി കൊടുക്കുന്നതല്ല എഴുതിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കി. അപ്പൊ അത് കഴിഞ്ഞപ്പോ സ്കൂളില് ഇതേപോലെ എക്സാമിനേഷൻ പീരിയോഡിക് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഡോക്ടറൊക്കെ വന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അവൻ കാഴ്ച കുറവാണ് എന്ന് മനസ്സിലായി. അതേപോലെ അവര് ടി വി കാണുന്നത്, ഇപ്പൊ ടി വി ഫ്രണ്ടിലാണെങ്കിൽ അതിന് തൊട്ട് താഴെ പോരുന്നതാണ് ടി വി കാണുന്നത്. അങ്ങനെയാണ് അവൻ ഈ ചെറുപ്പത്തിൽ ഈ ഒരു പ്രശ്നം വന്നതെന്നാ പറയുന്നത്. അപ്പോ
ഇപ്പൊ ആള് നല്ല പവറുള്ള ക്ലാസ്സാ വെച്ചിരുന്നേ. അവന്റെ വീട്ടുകാരും ടീച്ചേഴ്സും വിചാരിച്ചിരുന്നത് അവന് പഠന വൈകല്യമാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പഠന വൈകല്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പഠിക്കില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, നല്ല മിടുക്കൻ ചെക്കനാണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവൻ ആ ഒരു കാഴ്ചയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല പവറുള്ള ക്ലാസ്സാണ് വെച്ചിരിക്കുന്നത്, നല്ല പവറുള്ള ക്ലാസ് വെച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു കുട്ടി പവറുള്ള ക്ലാസ് വെക്കുമ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കാഴ്ച പ്രശ്നം ഉണ്ടോന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നു? കുട്ടിക്ക് ഈ പ്രശ്നം അറിയുന്നത് 4 വയസ്സിലായിരുന്നു. LKG പഠിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അവൻ അന്ന് മുതൽ ക്ലാസ് വെക്കുന്നത്. ഇപ്പൊ ആളൊരു 6th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പിടുത്തനാണ്. ഓക്കെ. അപ്പോ ചില കുട്ടികളെ നമ്മൾ മാറ്റി നിർത്തുമ്പോ അവർ പഠിക്കാത്തതിന് എന്താണ് കാരണം, അല്ലെങ്കിൽ അവർ എഴുതിയെടുക്കുമ്പോ എന്തുകൊണ്ടാണ് തെറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോ നമ്മൾ അവർക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല, അതിന് പുറകിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ മാം? പറഞ്ഞോടാ. ഞാൻ നിലവിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു മോള് ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതിയതൊക്കെ അവളൊക്കെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ബോർഡിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വായിക്കാൻ വേണ്ടി പറയുമ്പോൾ മോള് കണ്ണിങ്ങനെ ചുരുക്കി പിടിക്കുന്ന ആളാ. അവളെ കണ്ണിങ്ങനെ ചുരുക്കുന്നത്. അപ്പൊ അതെന്താ നമ്മൾ എന്നിട്ട് അവിടെ സീറ്റ് മാറ്റി നോക്കി, വേറെ സ്ഥലങ്ങളിൽ മാറ്റി ഇരുത്തി നോക്കി. എന്നിട്ട് അവക്കിപ്പം ബോർഡിൽ എഴുതിയത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വായിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ലൈറ്റ് എങ്ങനെയാ വരുന്നത്? ബോർഡിന് ഫ്രണ്ടിൽ നിന്നാണോ ലൈറ്റ് വരുന്നത്? അല്ലെങ്കിൽ കുട്ടീനെ സംബന്ധിച്ച് സൈഡിൽ നിന്നാണ് ലൈറ്റ്സ് വരുന്നത്. ബോർഡില് എത്ര വലിയ അക്ഷരം വരെ വായിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ? അതൊന്നും ഞങ്ങള് ബോർഡിന്റെ അടുത്തോട്ട് വിളിക്കുമ്പോൾ വായിക്കുന്നുണ്ട്. പക്ഷെ അവളെ സീറ്റിൽ ഇരുന്നിടത്തുനിന്ന് എങ്ങനെ കുട്ടിക്ക് വായിക്കുന്നുണ്ട്, പക്ഷെ കണ്ണിങ്ങനെ ഒരു ശ്രദ്ധിക്കൂല. നമ്മളിപ്പോ ഓൾ ക്ലാസ് ഒരുമിച്ച് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഓളോ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഓളായിട്ട് ചെയ്യുന്ന സമയത്ത് ഓള് വായിക്കൂല. കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇതേപോലെ ആയിരുന്നു അവന്റെ കാര്യം. ഞാൻ പറഞ്ഞില്ലേ, അവൻ മാത്രം ബുക്സ് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചാ വായിച്ചിരുന്നത്. അപ്പൊ എനിക്കൊരു സംശയം തോന്നിയപ്പോ ഞാൻ ചോദിച്ചതാണ്, അവരുടെ പാരന്റിനോട് പറഞ്ഞതാണ്. അവർ കണ്ണിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അത് കാണിച്ചു നോക്കാം. അപ്പൊ തന്നെ അവിടെ സ്കൂളിലും ഈ ഒരു ഒഫ്തമാറ്റിക് എക്സാമിനേഷൻ വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ എഴുതി കൊടുക്കുമ്പോ കുറച്ച് വലുതാക്കി എഴുതി കൊടുക്കും. അവന് റീഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ, കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിലൊന്ന് പറഞ്ഞു, ഫാമിലിയിലൊന്ന് പറഞ്ഞു നോക്കും. പാരന്റ്സിനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചോ, അവനെ ചോദിച്ചോ? അവര് പറഞ്ഞത് നിലവിൽ പ്രശ്നമൊന്നുമില്ല. 2 കുട്ടികളെ നമുക്ക് അതുപോലെ ഉള്ളത്. അപ്പൊ മറ്റേ ഒരാള് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരാള് പറഞ്ഞ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞു. ആണോ? അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കോ, ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ, കാർട്ടൂൺ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു ടീച്ചറെ മോളാണ്. അപ്പൊ പിന്നെ ടീച്ചർ പറഞ്ഞത് ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല പ്രശ്നം, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, പിന്നെ ഫോണൊന്നും അങ്ങനെ കാണുന്നില്ല. ചിലപ്പോ ചില കുട്ടികൾ അങ്ങനെ വരാറില്ല. ചിലപ്പോ അത് ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും. അല്ലെങ്കിൽ കൂടുതൽ വരാണെങ്കിൽ പാരന്റിനോട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. ഒരു എക്സാമിനേഷന് നോക്കാൻ പറഞ്ഞാൽ മതി. അധികം പൈസ ഒന്നും വരിക, ചെറിയ നിസ്സാരം പൈസ മതിയാവും. നമുക്കതൊരു കൺഫർമേഷൻ ആവുമല്ലോ, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. കാരണം ഇത് നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇത്ര നേരത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നല്ലത്. എന്റെ ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വൈകിയതാണ് അവളുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടാനുണ്ടായിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. കുട്ടികള് ഈ വായിക്കുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും റീഡ് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കും. അതല്ലായിരിക്കും പ്രശ്നം. ചിലപ്പോൾ അവർക്ക് ഈ കാഴ്ചയുടെ പ്രശ്നമായിരിക്കും. ഞാൻ പറയാ, കുട്ടിക്ക് റീഡ് ചെയ്യാൻ അറിയില്ല എന്നാണ് ബാക്കി എല്ലാ ടീച്ചേഴ്സും പാരന്റ്സും പറഞ്ഞു. അവന് കുറച്ച് പഠിക്കാൻ ഭയങ്കര മടിയനാണെന്ന് പറഞ്ഞത്. പക്ഷെ നല്ല മിടുക്കൻ കുറച്ചാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ അവന്റെ ഈ ഒരു കാഴ്ചയുടെ പ്രശ്നം മാത്രമാണ് അവനുണ്ടായിരുന്നത്. ഓക്കെ, ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനിലെ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് നോക്കാം. അപ്പോ താങ്ക് യു ഓൾ. എല്ലാവർക്കും ടെസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ സാൻഡ് പേപ്പർ നമ്പേഴ്സ് ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോട്ടാ.
Good afternoon, all. I would like to thank you for our teacher, such a beautiful class. Teacher take class very deeply about a compensatory education. We discuss about children with a visual impairment. Some students present action song, alphabetic card and number card very beautifully. Thank you for all students, their presence and response in this class. Thank you all.